പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ധാരാളമായിട്ടുണ്ടാകട്ടെ. യെശയ്യാ പ്രവചന പുസ്തകം 61 അധ്യായത്തിൻ്റെ 1 വാക്യം തൊട്ട് വായിക്കുമ്പോൾ വാക്യത്തിനകത്ത് ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം പറഞ്ഞു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും യഹോവയുടെ പ്രസാദവർഷം അറിയിക്കുവാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ പറയുക, ഹൃദയം തകർന്നവരെ മുറികെട്ടുക. തകർന്നു പോയ ഹൃദയങ്ങളെ വീണ്ടും ആ മുറിവുകളെ ഉണക്കി അവരെ ബലപ്പെടുത്തി കൊണ്ടുവരുന്ന നല്ലൊരു കർത്താവായ യേശുക്രിസ്തു നമുക്കുണ്ട്. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ കണ്ണൻ ബ്രദർ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ബ്രദറിൻ്റെ ലൈഫിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നത്? ആ സാക്ഷികളൊന്ന് ഞങ്ങളോട് സംസാരിക്കാം. എനിക്ക് கொஞ்சம் என்னுடைய பொருள்கள் எல்லாம் நஷ்டமாகினது. வண்டி இதெல்லாம் ஓட்டுனே நஷ்டமாச்சு. என் பேரில் பல பிரச்சனைகள் இருந்துச்சு. இப்போ எனக்கு எதுக்கு செத்தரணும் அங்கே உள்ள முடிவில் தான் இருந்தேன். நான் என் பேரில் வந்து என் பேரில் எனக்கு குத்தஞ்சமத்தவங்க பேரில் எழுதி வச்சு நான் சூசைட் பண்ண போனேன். சூசைட் பண்ண போகும்போது பார்த்திங்கன்னா அந்த டைம் வந்து எனக்கு ஏசப்பா வந்து என் மேலே தொட்டார். அந்த ஒரு நொடியில் நான் டேமில் விழுந்து செத்துடலான்னு பார்த்தேன். அதுக்குள்ளே ரெக்கார்டிங்லாம் எடுத்து வச்சு எல்லாருக்குள்ளே பேரை எழுதி வச்சுட்டு தான் நான் ரெக்கார்டிங் பண்ணிவிட்டு சாட போனேன். அந்த நேரம் என் அண்ணங்குள்ள ஒய்ஃப் அவங்க வந்து என்னை காப்பாற்றினாங்க. வந்து வீட்டுக்கு போன உடனே அப்போ இவனை எங்கேயாச்சும் கொண்டு போகணும் அப்படின்னு அவங்க വേറെ വിധமாக നിനച്ചാங்க. അവരുടെ ലൈഫിനെ കുറിച്ച് ബ്രദർ പറയുന്നത്, ജീവിതം മുഴുവൻ തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ കണ്ണെന്ന് ഒരു കേസ് കയറി വന്നു. അത് ബ്രദർ ചെയ്ത തെറ്റല്ലായിരുന്നു. അത് നാളുകളല്ലേ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരുന്നു. ഒരു കൊല്ലമായിട്ട്, ഒരു വർഷമായിട്ട് കോടതിയിൽ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തകർന്നു, ജീവിതം മടുത്തു. ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. ആത്മഹത്യ ചെയ്യാൻ പോയി അവിടെ മരിക്കുന്നിടത്ത് വെച്ച് തന്നെ അദ്ദേഹം ഒരു വീഡിയോ എടുത്തു അല്ലേ, ഒരു സെല്ലിനകത്തൊരു വീഡിയോ എടുത്തു. പക്ഷേ അന്നും മരിക്കാതെ കർത്താവ് യേശു ബ്രദറിനെ അവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു. 3ാം ട്രിപ്പ് ഞാൻ മരിക്കുന്നത് 3ാം ട്രിപ്പ് പോയതോ. ആദ്യം ഞാൻ മറയൂരിൽ ജീവിച്ചുകൊണ്ടിരുന്നു. മറയൂരിൽ വെച്ചാണ് എൻ്റെ പേരിൽ അങ്ങനെയുള്ള കേസ് ഉണ്ടായിരുന്നു. അവിടെ കോയിൽക്കടവ് പാളത്തിലിരുന്ന് താഴോട്ട് 100 അടിയുടെ ആഴമുണ്ട്. അതിലൊന്ന് ചാടിയിട്ടും എന്നെ കർത്താവ് വന്ന് എന്നെ രക്ഷപ്പെടുത്തി. 100 അടി താഴേക്ക് ചാടിയായിരുന്നു. ആ ആറ്റിൽ, ആ മറയൂർ എന്ന് പറഞ്ഞ ആറ്റിൽ വന്നിട്ട് കോയിൽക്കടവ് ഭാഗത്തില് ആ വെള്ളത്തിലെ കാൽ വെച്ച് സ്ലിപ്പായി പോയാൽ ആരും ഇതുവരെ ജീവനോടെ ഉണ്ടായിട്ടില്ല. ഞാൻ മുകളിലൊന്ന് താഴോട്ട് ചാടിയത. ആ പാളത്തിൻ്റെ മുകളിലൊന്ന് താഴെ ചാടിയിട്ടും എനിക്ക് ഒരു ചെറിയ പൊട്ടൽ കൂടിയില്ല. ബ്രദർ പറയുന്നത് 100 അടി താഴ്ചയിലേക്ക് ചാടി, വെള്ളത്തിലേക്ക് ചാടി, പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ യേശു അവിടെ സംരക്ഷിച്ചു. എന്നിട്ടും വീണ്ടും തകർച്ചയിലായതുകൊണ്ട് വീണ്ടും ആത്മഹത്യ പ്രവണത പ്രവണ ജീവിതത്തിലുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആ ചിന്തയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയെ കുറിച്ച് ബ്രദർ കേൾക്കുന്നതല്ലേ? അന്നേരം എൻ്റെ അണിയനൊരു ഇതൊക്കെ ചെയ്യും. ഒരു ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയെ കുറിച്ച് സംസാരിച്ചു. അപ്പം അവിടെ ചെന്നിട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കുറ്റി നിനക്ക് ഒന്നും പറയാൻ പാടില്ല, എനിക്ക് നാണക്കേടാകുന്നുണ്ട്, എൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടപ്പോഴാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. കാരണം ബ്രദർ പറഞ്ഞത്, കൂടെ കൊണ്ടുവന്ന് വിട്ട ആളോട് ബ്രദർ പറഞ്ഞിരുന്നു, എൻ്റെ കേസിനെ പറ്റി ഒന്നും പറയരുത്, എനിക്കത് നാണക്കേടാകും, അതുകൊണ്ട് അത് ആരോടും സംസാരിക്കരുത്, ആ പള്ളിയിൽ പോയാലും ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞാണ് അവിടെ വന്നത്. അതെ. അപ്പം അന്നേരം തന്നെ പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചപ്പം നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട് എന്ന് പാസ്റ്റർ ജോയിച്ചപ്പം എന്നോട് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് റിവീൽ ചെയ്തു. കേസിൽ നിന്ന് കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ബ്രദറിൻ്റെ ആത്മഹത്യ, ആ ദുരാത്മാവിൽ നിന്ന് കർത്താവ് ബ്രദറിനെ രക്ഷിക്കുക എന്നു ഞാൻ വേറോട് സംസാരിച്ചു. അതുപോലെ എനിക്ക് വന്നിട്ട് പണിയെടുക്കാൻ പറ്റില്ല. എനിക്ക് വണ്ടി ഇത് ആക്സിഡൻ്റിലെ ഇത് 95 ടിച്ച. ഇതിനകത്ത് ഞാൻ വീട്ടിൽ കിടക്കുന്നപ്പം എനിക്ക് 2 തലകാണി വെച്ചാണ് ഞാൻ കിടക്കണം. അപ്പം അന്നേരം വന്നിട്ട് എനിക്ക് ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ഡോണി പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എൻ്റെ നടുവിൻ്റെ പ്രശ്നമുള്ളതാണ്. എനിക്ക് നടുവിൻ്റെ പ്രശ്നമുള്ളപ്പം വന്നിട്ട് ആദ്യമായിട്ട് ടോണി പാസ്റ്റർ വന്നിട്ട് എനിക്ക് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ആ നടുവിനെ വിട്ട് മാറിപ്പോയി. അന്നേരം എനിക്ക് കൂടുതൽ പറയുന്നത്, ആ വരുന്ന സമയത്ത് ബ്രദറിന് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു,
ആ തലയ്ക്ക് വേദന ഉണ്ടായിരുന്നു. 2 പില്ലോ വെച്ചിട്ടാണ് കിടക്കുന്നത്. അതെ, 2 പിള്ളേർ. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ബാക്ക് പെയിൻ പരിപൂർണമായിട്ട്, ആ നടുവേദന പരിപൂർണമായിട്ട് ഹീലായി. പിന്നെ എന്തൊരു മുഴയുണ്ട്, കട്ടിയുണ്ടായിരുന്നല്ലേ? മുള ഉണ്ടായിരുന്നു. അത് എൻ്റെ ആണുറുപ്പിളും ഉണ്ടായിരുന്നതാ. അത് ഓപ്പറേഷൻ ചെഞ്ഞിട്ടും ശരിയായിട്ടില്ല, വീണ്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ ഇത്രയും കൈ വെച്ചിട്ട് പ്രാർത്ഥനാ സമയത്ത് അത് കൈവച്ചു. ആ മുഴ പരിപൂർണമായിട്ട് മാറി. പൂർണ്ണമായിട്ടും ആ മുഴ സൗഖ്യമായെന്ന് പറയുന്നു. ഇന്ന് ആ സഭയിൽ വന്ന് യേശു പ്രേരണ തൊട്ട് ഇന്ന് ആ കേസിനകത്ത് നിന്നെല്ലാം പൂർണ്ണമായിട്ട് യേശു സ്വതന്ത്രമാക്കി. ഇപ്പോൾ ഒരു കേസ് പോലും ഇല്ല. കേസിനകത്ത് നിന്ന് കർത്താവ് സ്വതന്ത്രമാക്കി. ഇപ്പൊ ബ്രദറിന്റെ ലൈഫ്, ആ വീഡിയോ എടുത്തത് ഫോണിനകത്തുണ്ടല്ലേ? ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാവോ? ഇതാ ബ്രദർ പറയുന്ന ഒരു വീഡിയോ, സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. ബ്രദറിന്റെ ലൈഫ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം അവിടെ എനിക്ക് ഇപ്പൊ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയുണ്ട്? അല്ല, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. കൂടുതൽ ചിന്ത വന്ന് എനിക്ക് ജീവിക്കണം, നല്ല പോലെ ഏസപ്പാടെ കൂടെ നിന്നിട്ട് എന്നെ നോക്കുന്നവര് അടുത്തും ഞങ്ങൾ വന്ന് ഒരു നല്ല ഒരു സാക്ഷിയായിട്ട് നിൽക്കണം എന്നുള്ള ഇതാ. ഈ സാക്ഷ്യം വന്നിട്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിലെന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് ഈ കർത്താവിനെടുത്തിട്ട് എല്ലാവരും എന്നെപ്പോലെ എനിക്ക് തന്ന അത്ഭുതം നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ കർത്താവ് എടുത്തിട്ട് നിങ്ങൾ ജപിച്ചെങ്കിൽ നിങ്ങൾക്കും എന്നുള്ള അത്ഭുതം കിട്ടും. ഈ ഒരു മടങ്ങ് എന്നെ തട്ടി ബെസ്റ്റായിട്ട് ഇവർക്കും കിട്ടണം. അത് പറയുന്നത് നിങ്ങളും പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യും. இன்னைக்கு இது 95 தையல் மட்டும்தான் தெரியும். ஆனால் நான் 80 கிலோ வெயிட் வச்சு தூக்குவேன். என்னுடைய கிருபல்ல, ஏசப்பா கூட கிருபல் தான். 95 തയ്യൽ നെറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ എത്ര തയ്യലായിരുന്നു? 95. ഇപ്പൊ എത്ര കിലോ വെയിറ്റ് എടുക്കുന്ന? 85 കിലോ വെയിറ്റ് എടുപ്പേൻ. 95 തയ്യൽ നെറ്റിയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 80 കിലോ വെയിറ്റ് പോലും ആ തലയിൽ വെച്ച് ചുമക്കുമെന്നാണ് പറയുന്നത്. യേശു ചെയ്ത എത്ര വലിയ അത്ഭുതം. ആ യേശു നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.